വസന്തകാലം വന്നെത്തിയില്ലേ. നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ ചെടികളിലും വളരെയധികം പൂക്കളായിട്ടുള്ളൊരു സമയമാണിത്. ഇപ്പോഴ് ഒരു വളവും ഇല്ലാതെ ഞാൻ നട്ടു വളർത്തിയ ചെടികളിൽ 10 മണികളിൽ നല്ലയധികം പൂക്കൾ വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഇത്തരത്തിൽ ആഴം കുറഞ്ഞ വേരുകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യമില്ലാത്ത പാത്രത്തിൽ അഥവാ ചട്ടിയിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ നമ്മളുടെ ചെടി നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര ഫലം തരില്ല. വളരെയധികം ശുഷ്കിച്ച പോലെയായിരിക്കും ഉണ്ടാവുക. എന്നാൽ ആഴമുള്ള പാത്രത്തിൽ വയ്ക്കുകയാണെങ്കിൽ നമ്മൾക്ക് നല്ല ആരോഗ്യമുള്ള നിറയെ മുട്ടുകളുള്ള നല്ല സുന്ദരി മണികളായിട്ടുള്ള ചെടികളെ കിട്ടും. എൻ്റെ അടുത്ത് വെള്ളയുണ്ട്, അതുപോലെ തന്നെ മഞ്ഞയുണ്ട്, പിന്നെ പിങ്ക് ആൻഡ് വൈറ്റ് മിക്സ് വരുന്ന ഒരെണ്ണമുണ്ട്. ചുമപ്പുണ്ട്, പക്ഷേ അത് ഇതുവരെയും പൂത്ത് കണ്ടില്ല ഞാൻ ഇതുവരെയും. അങ്ങനെ ഇത്രയും സുന്ദരികളായിട്ടുള്ള ചെടികൾ നമുക്ക് കിട്ടും. നല്ല ആഴം കൂടുന്നതിനനുസരിച്ച് അവർക്ക് സ്പ്രെഡ് ആവാനുള്ള സാധ്യതകളും കൂടുതലായിരിക്കും. ഇത് കണ്ടോ, നല്ല വെറൈറ്റി കളറല്ലേ, നല്ല ഭംഗിയുള്ള പൂക്കളും കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ചെടികളിൽ നന്നായിട്ട് പൂവുണ്ടാക്കുവാനായിട്ട് നമുക്ക് നമ്മളുടെ സാധാരണ നമ്മൾ പൂക്കളുണ്ടാകാൻ ഉപയോഗിക്കുന്ന വളങ്ങൾ മാത്രം യൂസ് ചെയ്താൽ മതിയാവും. ഞാനിപ്പോഴും വളങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ 10 മണികളിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്, പൂ വിരിഞ്ഞ് കഴിയുമ്പോൾ അത് കരിഞ്ഞു പോകുന്ന സമയത്ത് ചെടിക്ക് ഒരു അഭംഗി പോലെ ഉണ്ടാകുന്നത്. പണ്ട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, ഇത് കരിഞ്ഞ് ഇത് വിത്തായി മാറി വീണ്ടും പുതിയ തൈ പോലെ വരുമെന്ന്. പക്ഷേ ഞാൻ കുറച്ച് അധികമായിട്ട് വളർത്തുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ ഈ കരിഞ്ഞത് മാത്രം പിറക്കിയെടുത്ത് വേറെ ചട്ടിയിൽ വെച്ചൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും പൂത്ത് കണ്ടിട്ടില്ല. സോ ഇപ്പോൾ എനിക്കത് ഏകദേശം പൂക്കില്ല, പുതിയ തൈ വരില്ല എന്ന് ഉറപ്പായപ്പോൾ ഞാൻ അതെടുത്ത് മാറ്റി വീണ്ടും